ഞങ്ങൾ ഈ ഒരുങ്ങി കെട്ടി പോണത് ഒരു ഡെസ്റ്റിനേഷൻ പറയാൻ പറ്റില്ല, കുറച്ചധികം അൽക്കുലത്ത് പരിപാടികളുണ്ട്. കുറച്ച് ക്ലോത്തുകളൊക്കെ നോക്കാൻ വേണ്ടിയിട്ട് ഒന്ന് കസവ് കേന്ദ്രയിൽ പോകണം, ഒന്ന് പാർലറിൽ പോകണം, പിന്നെ കുറച്ച് സ്റ്റേഷനറി സാധനങ്ങൾ വാങ്ങാണ്ട് കേട്ടോ. ഇറങ്ങാൻ വേണ്ടി ഞങ്ങൾ ഫിറ്റ് ചെക്ക് ചെയ്തുകൊണ്ടിരിക്കുമ്പോഴാണ് ബാക്കിൽ രണ്ടാൾക്കാർ ഞങ്ങൾ തുറിച്ചു നോക്കണം. ഇത് ഉപ്പാൻ്റെ ഉമ്മാൻ്റെയും കല്യാണ സമയത്തെ ഫോട്ടോ ആണ് കേട്ടോ. അത് രണ്ടാളും ഭയങ്കര ഗ്ലാമർ ആയിരുന്നു പണ്ട്, ഞങ്ങളെ പോലെയല്ല. ഇപ്രാവശ്യത്തെ ചന്ദ്രിക ആഴ്ചപ്പതിപ്പിന്റെ മുഖചിത്രം ഇപ്പാന്റെ ആണ് കേട്ടോ. ഇതില് സഗീറിന്റെ ജീവിതം എന്ന് പറഞ്ഞിട്ട് ഉപ്പാന്റെ ഒരു ഫീച്ചർ വന്നിട്ടുണ്ട്. കിട്ടിയ പാടിനെ ഫുള്ള് വായിച്ചു നോക്കിയില്ലെങ്കിലും എല്ലാം ഒറ്റ നോട്ടം നോക്കിപ്പോയി. ഇപ്പാക്ക് പ്രധാനപ്പെട്ട എല്ലാവരും ഫോട്ടോ ഉണ്ട് കേട്ടോ, ഉപ്പാന്റെ ഉമ്മാന്റെയും ഞങ്ങളുമ്മാന്റെയും. അപ്പൊ എന്റെ ഫോട്ടോ കാണാത്തോണ്ട് ഞാനൊന്ന് സങ്കടപ്പെട്ടു. പിന്നെ ഡീറ്റെയിൽ ആയിട്ട് നോക്കിയപ്പോ കാക്കാന്റെ ഫോട്ടോ അല്ല, താത്താന്റെ മാത്രമേ ഉള്ളൂ. അപ്പൊ പിന്നെ എനിക്ക് കുറച്ചൊരു സമാധാനം കിട്ടി. ഇനി അതൊന്ന് ഡീറ്റെയിൽ ആയിട്ട് നോക്കി ഞങ്ങളെ കുറിച്ച് എന്തെങ്കിലും ഒന്ന് പരാമർശിക്കുന്നുണ്ടോ എന്നുള്ളത് നോക്കണം. പറയാൻ വിട്ടുപോയി, എൻ്റെ ഇപ്പോൾ ഒരു ആർട്ടിസ്റ്റ് ആണ് കേട്ടോ. ഇതിനെക്കുറിച്ച് അറിയുന്ന ചിലർക്കെങ്കിലും എൻ്റെ ഉപ്പാൻ അറിയുണ്ടാവും. അങ്ങനെ ഞങ്ങൾ വീട്ടിൽ നിന്ന് ഇറങ്ങി പല സ്ഥലത്തേക്ക് പല ഊടുവഴികളിലൂടെ സഞ്ചരിക്കേണ്ടത് കൊണ്ട് തന്നെ ഞങ്ങൾ ഓട്ടോയിലാണ് വന്നത് കേട്ടോ. അതാവുമ്പോൾ പാർക്കിംഗ് തെരഞ്ഞ് നടക്കണ്ടല്ലോ. എങ്ങനെയുണ്ട്. അങ്ങനെ കസവ് കേന്ദ്രയിൽ പോയി ഞങ്ങൾ കുറച്ച് ക്ലോത്ത് ഒക്കെ എടുത്തു. അത് കഴിഞ്ഞ് ഞങ്ങൾ നേരെ പാർലർക്കാണ് വന്നത്. ഒന്നങ്ങോട്ട് ത്രെഡ് ചെയ്തു. കോൺഫിഡൻസ് അങ്ങോട്ട് ബൂസ്റ്റ് ആയി. പിന്നെ കുറച്ച് സ്റ്റേഷനറി വാങ്ങാനാണ് വന്നത്. കുറച്ച് പ്രിന്റ് എടുക്കാനുണ്ടായിരുന്നു, മക്കൾക്ക് കുറച്ച് നോട്ട്ബുക്സ് കാര്യങ്ങളൊക്കെ വാങ്ങാനുണ്ടായിരുന്നു. ഇവർക്ക് ഹോളിഡേ ഹോംവർക്സ് ഒക്കെ വന്നിട്ടുണ്ട്. അതിനുശേഷം പിന്നെ ഞങ്ങൾ എവിടെ കറങ്ങി തിരിഞ്ഞു വന്നാലും എത്തുന്ന ഒരു സ്ഥലം, എന്തെങ്കിലുമൊക്കെ ഒന്ന് കഴിക്കാൻ കയറണം. ഇങ്ങനെ കുറേ അൽക്കുലത്തെ പരിപാടികൾ കഴിഞ്ഞിട്ട് കഴിക്കാൻ കയറുമ്പോൾ കിട്ടുന്ന ആ ഒരു സുഖം ഉണ്ടല്ലോ, അതിന് വേണ്ടിയിട്ട്. അവൾ ചായ ഓർഡർ ചെയ്തു, ഞാൻ നല്ല തണുത്ത ലൈം ഓർഡർ ചെയ്തു. പിന്നെ ഞങ്ങളൊരു ഷവർമയും ഒരു ഷവായി ഓർഡർ ചെയ്തു. നല്ല ആസ്വദിച്ച് അങ്ങോട്ട് കഴിച്ചു. ഞങ്ങളെ മക്കൾ വീട്ടിൽ ക്ഷമയോടെ കാത്തിരിക്കുന്നത് ഞങ്ങൾ എന്തെങ്കിലും കൊണ്ടുവരുന്നുള്ള പ്രതീക്ഷയിലാണ്. അപ്പോൾ അവർക്കുള്ള ഷവർമയും കൂടി വാങ്ങിയിട്ടാണ് ഞങ്ങൾ പോക്ക് കേട്ടോ. ഷവർമ കഴുകി കിട്ടിയതോട് അവർ ഹാപ്പിയായി. അപ്പോൾ അത്രയേ ഉള്ളൂ, ഞങ്ങൾ പോയി ഒന്ന് വിശ്രമിക്കട്ടെ. ബൈ.